ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. ഖാതിലൂഹും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണേ. യുഅദ്ദിബുഹുമുല്ലാഹു അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ്. ബി ഖത്ലിഹിം അവരെ അല്ലേ യഖ്തുലുഹും അള്ളാഹു അവരെ കൊല്ലുന്നതാണ്. അവരെ ശിക്ഷിക്കുന്ന വെച്ചാൽ അള്ളാഹു അവരെ കൊല്ലും. എങ്ങനെ? അള്ളാഹ് കൊല്ലുന്ന എങ്ങനെ? അത് ബിഅയ്ദീകും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്. യുഖ്സിഹിം അള്ളാഹു അവരെ എന്ത് ചെയ്യും? നിസാരപ്പെടുത്തുകയും ചെയ്യും. അപ്പം നിങ്ങൾ അവരോട് യുദ്ധം ചെയ്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. അതെങ്ങനെയാ? നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ കൊന്നുകളയും. അങ്ങനെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയും വയുഹ്സിഹിം അവരെ അള്ളാഹു നിസാരപ്പെടുത്തുകയും ചെയ്യും. വയുദില്ലുഹു അല്ലെ ബിൽ അസരി തടവിലിടൽ കൊണ്ടും വൽ കഹരി ആധിപത്യം അധികാരം ചെലുത്തൽ കൊണ്ട്. അവർക്കെതിരെ നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ അവർക്കൊരു നിസാരതയല്ലേ. വയൻസുർക്കും അലൈഹിം അള്ളാഹു നിങ്ങളെ അവർക്കെതിരെ സഹായിക്കുകയും ചെയ്യും. അതൊക്കെ ആ കാത്തിലൂഹും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ജവാബാണ് യുഅദ്ദിബ്. പിന്നെ അതിന്മേൽ അത്തഫ് ചെയ്താണ് വയുഹ്ദിഹിം വയൻസുർക്കും എന്നൊക്കെ ഉള്ളത്. ഇതും അങ്ങോട്ട് അത്തഫ് ചെയ്താണ്. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ അള്ളാഹു മുഅ്മിനീങ്ങളായ സമൂഹത്തിൻ്റെ ഹൃദയങ്ങൾക്ക് ശമനം പ്രദാനം ചെയ്യുകയും ചെയ്യും. എങ്ങനെ? ബിമാ ഫുഇല ബിഹിം അവരെയും കൊണ്ട് പ്രവർത്തിക്കപ്പെട്ട ഒന്നുകൊണ്ട്. ഹും അവരാരാ? ബനു ഹുസാ ഗോത്രല്ലേ. ബനു ഹുസാ ഗോത്രത്തിന് എതിരെ ബനു ബക്കർ സ്വാഭാവികമായിട്ട് ഖുറൈശിൻ്റെ സഹായത്തോടു കൂടി ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്കൊരു പ്രയാസമല്ലേ. അപ്പോൾ ആ പ്രയാസമൊക്കെ അള്ളാഹു ഇതോടുകൂടി എന്ത് ചെയ്യും? അവരെ നശിപ്പിക്കലുകൊണ്ട് അള്ളാഹു ഇല്ലാതാക്കും. അപ്പം ഹൃദയത്തിന് ശമനം നൽകും അള്ളാഹു ഇത് മുഖേന. വയുദ്ഹിബ് ഗൈള ഖുലൂബിഹിം അള്ളാഹു നീക്കിക്കളയുകയും ചെയ്യും. ഗൈള ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിലുള്ള ഗൈളിനെ. ഗൈൽ എന്ന് വെച്ചാൽ കർബ്. നമ്മൾ ഷിഫാ ഉൽ കർബ് ദുആ ഉൽ കർബ് എന്നൊക്കെ പറയാറില്ലേ, പ്രയാസം. അവരുടെ ഹൃദയങ്ങളിലുള്ള പ്രയാസത്തെ അള്ളാഹു നീക്കും. ആരുടെ? ഈ ഹുസാ ഗോത്രം. നമ്മുടെ നബിതങ്ങളോടൊക്കെ കരാറിലേർപ്പെട്ടത് മാത്രമല്ല സഖ്യകക്ഷികളായിട്ടുള്ള ഖുറൈശികളാണല്ലോ കരാറിലേർപ്പെട്ടത്. അല്ല, അതിന് പുറമെ സഖ്യകക്ഷികളാണ്, അനുകൂല മനോഭാവത്തിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ബനു ഹുസാ ഗോത്രക്കാരുടെ ആ ഹൃദയത്തിലുള്ള ഗൈദ് മനോവ്യഥ അതിനെ അള്ളാഹു നീക്കുകയും ചെയ്യും. വയതൂബുല്ലാഹു അലാ മൻ യശാ ഇതൊരു മുസ്തഅനിഫായ ജുംലയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ബിറുജൂയി അവരെങ്ങനെ പശ്ചാത്തപിക്കുന്നത്? അത് ബിറുജൂയിൽ ഇസ്ലാമിലേക്ക് മടങ്ങൽ കൊണ്ട്. അബൂ സുഫിയാനെ പോലും ഇസ്ലാമിലേക്ക് മടങ്ങുന്ന വെച്ചാൽ ആദ്യം മുസ്ലിം ആയിരുന്നോ? അല്ല, യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാ ആളുകൾ എന്താണ്? അലൽ ഫിത്ര യൂലദു കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എല്ലാവരും എന്താണ്? നല്ല പ്രകൃതിയിൽ ജീവിക്കുന്നു. പിന്നെന്താണ്? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം പ്രകൃതമാണ് ഓരോരുത്തരും ജനിക്കും. അപ്പോൾ അബൂ സുഫിയാൻ എന്താണ്? ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു നല്ല അറിവുള്ളവനും യുക്തിഭദ്രനും അത്രയും. ഹസിബത്തും നിങ്ങൾ വിചാരിച്ചോ? ഇവിടെ അംബിമാന ഹംസത്തിൽ ഇൻകാറിൻ്റെ അർത്ഥത്തിലുള്ള അതായത് ഹസിബത്ത് നിങ്ങൾ വിചാരിച്ചോ എന്നർത്ഥം. അതായത് വിചാരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം. തുത്റക്കൂ നിങ്ങളെ വെറുതെ വിടപ്പെടുമെന്ന്. വലമ്മ ഏതൊരു സ്ഥിതിയിൽ? വലമ്മ എന്ന് വെച്ചാൽ ലം യഅലമില്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടില്ല താനും. ഇൽമൽ ലുഹൂർ അള്ളാഹുവിന് ഒയ്ബിയായ ജ്ഞാനം ഉണ്ട്, അല്ലാതെ ലുഹൂരിയായ ജ്ഞാനം. മീൻസ് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന രൂപത്തിലുള്ള അറിയൽ, പ്രത്യക്ഷത്തിലുള്ള അറിവ്. അള്ളാഹുവിന് ഗൈബിയായ അറിവ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം ഈ ലുഹൂരിയായ ഇൽമ് അള്ളാഹു അറിഞ്ഞിട്ടുമില്ല. അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്നും ജിഹാദ് ചെയ്യുന്ന യാതൊരു വിഭാഗം ആളുകളെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിങ്ങളിൽ നിന്നുമുള്ള മുജാഹിദീങ്ങളായ ആളുകൾ ആരാണ് എന്ന് അള്ളാഹു അറിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥിതിയിൽ നിങ്ങളെയൊക്കെ വെറുതെ വിടുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. വലം യത്തഖിദു മിൻ ദൂനില്ലാഹി അവർ എന്താണ് നിഷ്കളങ്കമായി ജിഹാദ് ചെയ്തു എന്ന് മാത്രമല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വലൽ മുഅ്മിനീങ്ങളെയും കൂടാതെ അവർ തിരഞ്ഞെടുത്തിട്ടുമില്ല. വലീജത്തിന് ബത്താനത്തൻ വെച്ചാൽ ബിത്വാനത്തൻ എന്താണ് ലാത്തഖിദു ബിത്വാനത്തൻ മിന്ദൂനിക്കുന്നതാണ്. ബിത്വാനത്ത് എന്ന് വെച്ചാൽ ബത്തുൻ അല്ലെ വയറ് ഒട്ടിയുള്ള ബന്ധം, അതായത് ഉറ്റ സുഹൃത്ത്, ഉറ്റ സൗഹൃദം. അതുപോലെ തന്നെ ഔലിയ ഉറ്റ മിത്രങ്ങൾ. അൽമാന അപ്പം ഉറ്റമിത്രങ്ങളെ ആയിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാതെ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ നിഷ്കളങ്കമായി യുദ്ധം ചെയ്തു. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു അറിയാത്ത വിധത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥിതിക്ക് നിങ്ങളെ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അൽമാന ഇവിടുത്തെ അർത്ഥം വലം യദ്ഹരിൽ
വലം യൽഹരിൽ മുഖ്ലിസൂന എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹുവിന് അറിയുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? മുഖ്ലിസീങ്ങളായ ആളുകൾ ആരാണ് എന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമായിട്ടില്ല. വഹുമുൽ മൗസൂഫൂന ബിമാദുക്കറ, എങ്ങനെയാ പ്രത്യക്ഷ എന്താണ് മുഖ്ലിസീങ്ങളായ ആളുകൾ ആരാണ്? അതാൽ മൗസൂഫൂനെ വിശേഷിപ്പിക്കപ്പെട്ട ആളുകളാണ് ബിമാദുക്കറ പറയപ്പെട്ടത് കൊണ്ട്. അതായത് ജിഹാദിന് ചെയ്യുക, അള്ളാഹിനെ റസൂലിനെ മുഅ്മിനീങ്ങളല്ലാതെ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുമില്ല. മിൻ ഗൈരിഹിം അല്ലേ? ബിമാദുക്കറ മിൻ ഗൈരിഹിം. മുഖ്ലസൂന എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖ്ലസൂന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നർത്ഥം പറയാം. അപ്പം മിനുകൈരിയും അവരല്ലാത്തവരെന്നും. അപ്പം അവരല്ലാത്തവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകൾ പ്രകടമായിട്ടില്ല. ആ ഒരു സ്ഥിതിയിൽ നിങ്ങളെ വെറുതെ വിടപ്പെടുമോ എന്ന്. അപ്പം വലം യൽഹരിൽ മുഖ്ലസൂന മിൻ ഗൈരിഹിം എന്നാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊടുത്തേക്കണം ആരാണ് ഈ മുഖ്ലസീങ്ങൾ? അവർ അൽ മൗസൂഫുന ബിമാ ദുക്റയാണ്. അള്ളാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ് അള്ളാഹു. മാക്കാനിൽ മുശ്രിക്കീങ്ങൾക്ക് പറ്റുകയില്ല അയ്യമുറൂ പരിപാലിക്കൽ മസാജിദുല്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ, ബിൽ ഇഫ്രാദി വൽ ജമ്മി, പല ഖിറാഅത്തുണ്ട്. മസ്ജിദല്ലാ എന്നുണ്ട്, മസാജിദല്ലാ എന്നാണ്. നമ്മുടെ ഖിറാഅത്ത് മാക്കാനിൽ മുശ്രിക്കീന അയ്യമുറൂ മസാജിദല്ലാഹി എന്നാണ്, ജമ്മായിട്ടാണ്. ബിദുഹൂലിഹി, എങ്ങനെ പള്ളി പരിപാലിക്കുക, അവിടെ പ്രവേശിക്കുക, വൽ ഖുഊദി ഫീ, അവിടെ ഇരിക്കുക, അതൊക്കെ ഒരു പള്ളിയുടെ പരിപാലനമാണല്ലോ. കാരണം പള്ളിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കൽ പള്ളിയുടെ പരിപാലനത്തിൻ്റെ ഭാഗമാണ്. ഷാഹിദീൻ അല അംഫുസിഹിം, അവർ തന്നെ ഷാഹിദീങ്ങളായ സാക്ഷികളായ നിലയ്ക്ക് അവരുടെ സ്വശരീരങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾക്കെതിരെ, സ്വന്തം ആത്മാക്കൾക്കെതിരെ ബിൽ കുഫ്രി, കുഫ്ർ കൊണ്ട് സാക്ഷികളാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ പരിപാലിക്കാൻ അവർക്ക് പറ്റുന്ന പരിപാടിയല്ല. ഉലായിക ഹബിതത്ത് അഥവാ ബതലത്ത് അമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. ലി അതിമി ഷർത്തിഹ, അതിൻ്റെ ഷർത്തില്ലാത്ത കാരണം. ഒരു പ്രവർത്തനം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം ഈമാൻ അതിൻ്റെ ഷർത്താണ്, മുസ്ലിം ആയിരിക്കണം. അതിൽ നിന്ന് ഷർത്തില്ലല്ലോ. അപ്പോൾ അത് പ്രവർത്തനം വെറുതെ നിഷ്ഫലമാകും. അഫിന്നാലിഹും ഖാലിദൂൻ, അള്ളാഹു അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള നരകത്തിൽ അവർ ഖാലിദൂൻ, ശാശ്വതരായിരിക്കും. ഇന്നമായി അമുറു മസാജിദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ പരിപാലിക്കുന്ന ആളുകൾ ആര് മാത്രമാണ്? മൻ, ഒരുത്തർ മാത്രമാണ്. ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ച, വഅഖാമുസ്സലാത്ത വആത സക്കാ, നിസ്കാരം കൃത്യമായി നിർവഹിച്ച, സക്കാത്ത് കൊടുത്തു കിട്ടിയ, വലം യഖ്ഷ അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരാളെയും പേടിക്കാത്ത ആളുകളാണ്. അത് ഭവനങ്ങളൊക്കെ പരിപാലിക്കേണ്ട ആളുകൾ, അവർക്കേ പറ്റുള്ളൂ. ഫഅസാ ഉലായിക, അക്കൂട്ടർ ആയേക്കാം, അയ്യകൂനൂ മിനൽ മുഹ്തദീൻ, അവർ എന്താവാം, സന്മാർഗം സിദ്ധിച്ച ആളുകൾ പെട്ടേക്കാം. ഇതുവരെ ആയിട്ടില്ല, ഇനി വേണം ആവാം. അള്ളാഹു ഇതായിട്ട് കൊടുക്കുന്നതാണല്ലോ. അജഅൽതും, നിങ്ങളാക്കുകയാണോ, സിക്കായത്തിൽ ഹാജിമാർക്കുള്ള കുടിപ്പിക്കുക ഒരു പ്രത്യേക അധികാരമാണ്. ഇപ്പം ഇഫാദത്ത്, സിക്കായത്ത്, പിന്നെന്താണ് ഹിജാബത്ത്, അങ്ങനത്തെ കുറേ അധികാരങ്ങളുണ്ട്. സിക്കായ എന്ന് വെച്ചാൽ ഹാജിമാരെ കുടിപ്പിക്കലാണ്. പിന്നെ അങ്ങനത്തെ ഒരു 4-5 അധികാരങ്ങളെങ്ങാണ്ട് കൃത്യമായിട്ടുണ്ട്. അത് നബിതങ്ങളുടെ ഉപ്പാപ്പയായിട്ടുള്ള ഹുസൈനായിരുന്നു ഇതെല്ലാം അധികാരം ഉണ്ടായിരുന്നത്. പിന്നെ മക്കളിലേക്ക് വന്നപ്പോൾ വീതിച്ച് പോയതാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിനൊക്കെ സിക്കായത്തിൻ്റെ അധികാരമായിരുന്നു. അപ്പോൾ അജഅൽതും സിക്കായത്തിൽ ഈ ഹാജിമാരെ കുടിപ്പിക്കുക എന്നുള്ള ആ പ്രത്യേക അവകാശം അതിനെ നിങ്ങൾ ആക്കുകയാണോ? ഇമാറത്തുൽ മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക എന്നുള്ള അധികാരത്തെ നിങ്ങൾ ആക്കുകയാണോ? അഹ്ലുദാലിക, അതായത് അഹ്ലദാലിക, അതിൻ്റെ അർഹതയെ, അല്ലേ? അഹ്ല് എന്ന് വെച്ചാൽ അർഹർ എന്നാണ്. അപ്പോൾ അതിനെ ആക്കുകയാണെന്ന് വെച്ചാൽ അഥവാ അഹ്ലദാലിക, അതിൻ്റെ അർഹരായ ആളുകളെ, അല്ല അർഹർന്ന് അവിടെ അർത്ഥം വെക്കാൻ പറ്റൂല, അതിൻ്റെ ആളുകൾ എന്ന് വെച്ചാൽ മതി, അർഹറല്ല. ഇപ്പം നബിതങ്ങളുടെ ആ കാലത്ത് എന്താണ്, മുശ്രിക്കീങ്ങൾ തന്നെ ഖുറൈശികളാണ്, പക്ഷെ എന്താണ് മുശ്രിക്കീങ്ങളായ ആളുകളാണ്. അപ്പോൾ അതിപ്പം നിലവിൽ നടത്തുന്ന അതിൻ്റെ ആളുകളായ നിലവിൽ അതിൻ്റെ ആളുകളായ ആളുകളെ നിങ്ങൾ ആക്കുകയാണോ? ആരെപ്പോലെ? കമൻ, ഒരുത്തലെ പോലെ ആക്കുകയാണോ? അതായത് ഇപ്പം സിക്കായത്തുൽ ഹജ്ജും ഇമാറത്തുൽ മസ്ജിദൊക്കെ നടത്തുന്ന ആളുകളെ നിങ്ങൾ ആക്കുകയാണോ? കമൻ, ഒരുത്തലെ പോലെ ആക്കുകയാണോ? ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിനെ അന്ത്യദിനത്തെ വിശ്വസിച്ച, വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്ത, യുദ്ധം ചെയ്ത ആളുകളെപ്പോലെ നിങ്ങൾ അവരെയും ആക്കുകയാണ്, തട്ടിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആക്കുകയാണോ എന്ന്. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സമന്മാരാവുകയില്ല, ഫിൽ ഫളിലി, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിന് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. അൽ കാഫിരീൻ അഥവാ കാഫിരീങ്ങളായ ആളുകൾ. നസലത്ത്, ഈ സൂക്തം ഇറങ്ങി, റദ്ദൻ മറുപടി എന്നോണം, അലാമൻ ഒരുത്തനെതിരെ, കാല ദാലിക, അവൻ അതിനെ പറഞ്ഞു, അവർ അതിനെ പറഞ്ഞു. ആരാണ്? വഹുവൽ അബ്ബാസു ഔ ഗൈറു,
അതിൽ അബ്ബാസ് റളിയല്ലാഹു അവരല്ലാത്തവരും. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു മക്ക ഫതഹിൻ്റെ അന്നാണ് മുസ്ലിം ആയത്, അല്ല അതിൻ്റെ മുമ്പ് മുസ്ലിം ആയിരുന്നു, പരസ്യമാക്കിയിരുന്നില്ല എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും അബ്ബാസ് റളിയല്ലാഹു ഈ കാലയളവിൽ അബ്ബാസ് റളിയല്ലാഹുവിനായിരുന്നു പിന്നെ ഈ സിക്കായത്തിൻ്റെ അധികാരമൊക്കെ വന്നത്. അപ്പം ഞങ്ങൾ നിങ്ങളൊക്കെ ഒരേപോലെ എന്നുള്ളൊരു വർത്തമാനം ഒന്നുകിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അദ്ദേഹം അല്ലാത്തവർ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ മറുപടി ആയിട്ടാണ്. പിന്നെ അദ്ദേഹം മുസ്ലിം ആവുകയൊക്കെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒക്കെ റളിയല്ലാഹു അൻഹു. ഹിന്ദ് അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാ, വിശ്വസിക്കുകയും പലായനം അല്ലെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു, അല്ലെങ്കിൽ മക്കയിൽ നിന്നും എത്യോപ്യയിൽ അബസീനയിലേക്ക് പലായനം ചെയ്തല്ലോ, പലായനം ചെയ്യുകയും വജാഹദു ഫീ സബീൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ എന്തുപയോഗിച്ച് ബി അംവാലിഹിം വ അംഫുസിഹിം, അവരുടെ ധനങ്ങൾ ഉപയോഗിച്ചും അവരുടെ സ്വശരീരങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത ആളുകൾ അവരാകുന്നത് അഅലമു ദറജത്തൻ റുതുബത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനത്താൽ ഏറ്റവും വലിയ ആളുകളാണ്, സ്ഥാനീയരായ ആളുകളാണ്, മിൻ ഗൈരിഹിം അവരല്ലാത്തവരെക്കാൾ ഉന്നതരാണ് എന്നർത്ഥം. ഉലൈക ഹുമുൽ ഫായിസൂൻ അവർ തന്നെയാണ് വിജയികൾ, അവർ മാത്രമാണ് അല്ലെ. ഹും അവിടെ ഫസ്റ്റിലെ ദമീർ എന്നുണ്ട്, ഹസ്ർ ഉണ്ടാകും. അപ്പോൾ അവർ മാത്രമാണ് വിജയികൾ. അല്ലാഫിറൂന ബിൽ ഖൈർ, നന്മയെ നേടിയെടുത്തവർ അവർ മാത്രമാണ്.